പൂജപ്പുരയിലെ നവരാത്രി കാഴ്ചകളിലേക്ക്, പൂജപ്പുരയിലെ വിജയദശമി കാഴ്ചകൾ എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് നവരാത്രി കാഴ്ചകൾ എന്ന് പറയുന്നത്. എന്നാൽ അശ്വതി, എപ്പോ തൊട്ടിട്ടാണ് പൂജപ്പുരയിൽ ഇങ്ങനെ ആഘോഷം തുടങ്ങിയെന്ന് അറിയാമോ? പഠിച്ചിട്ട് വന്ന കാര്യങ്ങളെല്ലാം ഇത് പിന്നെ ഞാൻ എവിടെ പോയി പറയും? തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. ശരിക്കും അതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രാജഭരണകാലത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒരു ബാക്കിയുള്ളത് കൊണ്ട് കൂടിയാണ്. എന്തുകൊണ്ടാണ് പൂജപ്പുരയിൽ മാത്രം ഇങ്ങനെ ഒരു ആഘോഷം തുടങ്ങിയെന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരുമല്ലോ. അത് ഇവിടെ ചിത്തിര തിരുനാളിന്റെ അമ്മ സേതുപാർവതി ഭായിയാണ് സത്യത്തിൽ ഇപ്പൊ കാണുന്ന തരത്തിൽ ഈ നവരാത്രി ആഘോഷങ്ങളില്ലേ, ഇപ്പം വരുന്ന കഞ്ഞിവീട്ട് തുടങ്ങിയ എല്ലാ കാഴ്ചകളും ഇല്ലേ, ഇതുപോലെ ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെ നവരാത്രി ആഘോഷം തുടങ്ങുന്ന സത്യത്തിൽ സേതുപാർവതി ഭായിയുടെ കാലത്താണ്. എന്താണ് അതിന്റെ മുമ്പ് എന്താണ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഇവരെ മൂന്നുപേരെയും കൊണ്ടുവന്ന് ഇവിടെ ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ, വേണാട് രാജ്യം വലുതായി വന്നപ്പോ രാജാവിന് അന്ന് ആസ്ഥാനം പത്മനാഭപുരാണ്, തക്കലയാണ്. അപ്പൊ രാജാവിന് അങ്ങോട്ട് പോകാൻ സമയമില്ല, ഭയങ്കര തിരക്കാണ്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പണി നടക്കുന്ന കാലമാണ്. അപ്പോ രാജാവിന് അങ്ങോട്ട് പോകാൻ സമയമില്ലാതെ വന്നപ്പോ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അവരെല്ലാവരും ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചടങ്ങ് തുടങ്ങി. അപ്പൊ തൊട്ട് ഇവിടെ തിരുവനന്തപുരം കേന്ദ്രമാക്കി ഈ നവരാത്രി ആഘോഷം ഇങ്ങനെ വിപുലമായി തുടങ്ങി. ഇതിനിടയിൽ കുറച്ചു കാലം അന്ന് മാവേലിക്കരയാണ് ഈ വാണിജ്യ തലസ്ഥാനം എന്ന് പറയാം വേണാട് രാജ്യത്തിന്റെ. അപ്പോ മാവേലിക്കരയിൽ കുറച്ചു വർഷമൊക്കെ ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ രാജാവിന്റെ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്ത് നവരാത്രി ആഘോഷം ഇവിടെ തുടങ്ങിയതാണ്. ആ പാരമ്പര്യം ഇപ്പോഴും അതുപോലെ പിന്തുടർന്നു പോരുന്നു. തിരുവനന്തപുരത്തിന് എപ്പോഴും ആ ഒരു ആത്മബന്ധമുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ടും ഒക്കെ ആത്മബന്ധമുണ്ട്. അത് ഇവിടുത്തെ പൌരാവലി ഏറ്റെടുത്തു, ജനകീയ സമിതിയായി മാറി. അവർ അതേ ആഘോഷത്തോടെ അതേ പ്രാധാന്യത്തോടെ ആ നവരാത്രി ആഘോഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ആ ആഘോഷങ്ങളുടെ ഭാഗമാകാനായിട്ട് വിവിധയിടങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നവരൊക്കെ പാർക്ക്, ഈ പാർക്ക് പൂജപ്പുരയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം തിരുവനന്തപുരത്തെ ഹൃദയത്തോട് ചേർക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുതിലെ തൊട്ട് നമ്മൾ കാണുന്ന ഒരു പാർക്കാണ്. സ്ഥിരം വരുമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ എവിടെയെങ്കിലും പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് പൂജപ്പുര പാർക്കാണ്. ഇവിടെ അധികം പാർക്കുകൾ ഇല്ലായിരുന്നു സംബന്ധിച്ചിടത്തോളം. അപ്പൊ എല്ലാ കുട്ടികളും, എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ഒരു 90% ഈ ഭാഗത്തുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടാവും, ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മൈതാനം ഇതിന് തൊട്ടടുത്താണ്. ഇവിടെ ഉള്ള ഒരുപാട് കായിക പ്രേമികൾ രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ പരിശീലനം, അതെ തീർച്ചയായിട്ടും സ്കേറ്റിംഗിന് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പൂജപ്പുര. കുട്ടികൾ പലരും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈതാനം തൊട്ടടുത്തുണ്ട്. അവിടെ നിങ്ങൾക്ക് ആകാശ ഊഞ്ഞാലൊക്കെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉത്സവത്തിന്റെ പ്രതീതി അത് അവിടെയാണ്, പൂജപ്പുര മൈതാനത്താണ്. ഇപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നത് എന്തിനാണ് ശ്രീജ? ഇവിടെ ഒരു കൂട്ടം അമ്മമാരുണ്ട്. അതിന്റെ മുന്നേ ഞാൻ ഒരാളെ കാണട്ടെ. എഴുതിയോ ബേബി? അത് ശരി, എന്നോട് ഇങ്ങോട്ട് എഴുതിയോ ബേബി? അല്ലേ, ഇത് എന്താണിത്? ബട്ടർഫ്ലൈ കണ്ടോ നിങ്ങൾ? ബട്ടർഫ്ലൈ ആര് വരച്ചു തന്നെ? ബട്ടർഫ്ലൈ ടീച്ചർ വരച്ചു തന്നാണോ? കാണണ്ടേ, മുഖം കാണണ്ടേ? ബട്ടർഫ്ലൈ കാണിച്ചു കൊടുത്തേ, എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. നല്ല ബട്ടർഫ്ലൈയെ കണ്ടു. ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ. പേരെന്താ ഈ മിടുമിടുക്കന്റെ പേര്? എഴുതി വന്നിട്ട് ഒരു കുറവുള്ള കണ്ടിക്കുറ ഇങ്ങനെ വാരി അരിയോ എഴുതിയോ? എങ്ങനെ എഴുതിയെന്ന് കാണിച്ച് ക്യാമറയിൽ കാണിച്ച് എങ്ങനെ എഴുതി? കൈ പിടിച്ചിട്ട് എങ്ങനെ എഴുതി തന്നെ? കാണിച്ചു കൊടുക്കാം. എങ്ങനെ എഴുതിയത്? എഴുതിയോ? പേരെനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്താണ് പേരെന്തായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞ്. ഏകാംബരദേവ്. വിളിക്കുന്ന എന്താ? ഏകൂന്ന് വിളിക്കോ? ഞങ്ങളും ഏകൂന്ന് വിളിക്കാം. ഏകു ഒരു ഉമ്മ തരുമോ? ഏകു മിടുമിടുക്കൻ കുട്ടിയാണേ. എന്താടാ ഇനി എന്താ വേണ്ട? ഹൈഫൈ മാറങ്ങോട്ട്. ഹൈഫൈ എവിടെ? അല്ലല്ല, ഞങ്ങള് വെമ്പായം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതെന്താ അവിടെ നിന്ന് ഇവിടെ വരെ സരസ്വതി മണ്ഡപത്തിൽ എഴുതണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഓ ശരി. വേറെന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ മോനെ? പാടിക്കോളൂ.
ഒരു മണ്ഡപത്തിൽ ഞാനും നീയും ഏത് മണ്ഡപത്തിൽ ഞാനും നീയും? മണിമുത്താവടി പന്തൽ ഏലാ പോലെ ന്യായ തമ്പിളിപ്പന്തൽ. സൂപ്പർ. ബാക്കിയോ? എങ്ങനെയായിരുന്നു? ഉണങ്ങി പൂവേ പൂത്തിറങ്ങി അല്ലല്ലേ നിന്റെ കല്യാണം ആടിമുല്ലേ അല്ലല്ലേ നിന്റെ കല്യാണം. സൂപ്പർ അടിപൊളി. സ്വന്തമായിട്ട് കയ്യടിയുണ്ട്. ഇതൊരു ഫുൾ പാക്ക് ആണ്. കയ്യടി സ്വന്തമായിട്ടുണ്ട്, പാട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഫുൾ പാക്കാ. ഞങ്ങളുടെ കൂടെ പോരുന്നോ? നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ പോയിരുന്ന വാർത്തയൊക്കെ വായിക്കാം. എന്റെ കൈക്ക് എന്തോ പ്രശ്നം. എന്താണ് സംബന്ധ പ്രശ്നം? എന്റെ കയ്യിൽ എന്തോ ടാറ്റു. മാച്ചിങ് മനസ്സിലായോ? അതല്ല പ്രശ്നം. മൈക്കാണ് മൈക്കാണോ? അയ്യോ, അത് ഓഫായി പോ. ഏത് വികൃതിയാണോ? വികൃതി കുട്ടനാണോ? ഇനി എപ്പോഴാണ് പോവാ മടക്കം? ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് പൗർണമി കാവിലേക്ക് പോകും. തൊഴാൻ പോകും. പോയിട്ട് തിരിച്ചു വീട്ടിലോട്ട്. വേറെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഹസ്ബൻഡും ഞാനും മോനും. ശരി, അപ്പൊ ശരി മിടുക്കം കുട്ടിയാണേ കേട്ടോ. അപ്പൊ ഇതാണ് ശ്രീജ, നമ്മള് കാണുന്നത് വെമ്പായത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അടുത്തുള്ളവർ മാത്രമല്ല, പരിസരത്തുള്ളവർ മാത്രമല്ല, ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ, പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന എഴുത്തിനിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരാളുണ്ട് ബലൂണൊക്കെ പിടിച്ചിട്ട്. ഹലോ ഇവിടെ വേറൊരാളെ കണ്ടോ? ഹലോ ഹലോ പറഞ്ഞു. ഹലോ ഹലോ. പേരെന്താ? അതേ അടുത്ത ആള് വരുന്നുണ്ട്. അശ്വതി, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇയാളുടെ പേരെന്താ? എഴുതിയോ? ഞാൻ എഴുതിയോ? എഴുത്തിനിരുന്നോ? എഴുതിയോടോ? എന്താണ് പാവാട ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടല്ലോ. ചിരിച്ചു കാണിച്ചു ഒന്ന് ക്യാമറയിൽ. ഞാൻ എന്താണ് കല്യാണിയാണോ ഇത്? ഇതാരാ? ഇയാളുടെ പേരെന്താ? ഏത് മൂട്? ഇത് എഴുത്ത് മൂടാണ്. ഏത് മൂട്? അത് ഗംഭീര പാക്കേജ്. നേരത്തെ പറഞ്ഞു. ഞങ്ങള് കുറച്ചു നേരമായിട്ട് ഞങ്ങൾക്ക് വർത്താനം പറയാൻ ആരും കിട്ടില്ല. നേരത്തെ വരേണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി നമുക്ക് അനുമോദിന്റെ അടുത്തേക്ക് പോകാം. അനുമോദ് തുഞ്ചമ്പറമ്പിൽ നിന്ന് തുടക്കത്തിൽ വന്ന് പോയതാണ്. അനുമോദ്, ഇത് ഏറ്റവും മനോഹരമായ കാഴ്ച ഇതുപോലത്തെയുള്ള ഈ കുട്ടി വികൃതി ടീമാണ്. അവിടെ എന്താണ് കാഴ്ച? കരച്ചിലും ബഹളവും ഒക്കെ തന്നെ ആണോ? ശ്രീജ, ഇവിടെ കൃഷ്ണശില മണ്ഡപത്തിലാണ് ഞാനുള്ളത്, തുഞ്ചൻ പറമ്പില്. ഇവിടെയും മിടുക്കന്മാരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അച്ഛന്മാരുടെയും അമ്മമാരുടെയൊക്കെ മടിയിലിരുന്ന് പല ഭാവങ്ങളിലാണ് എഴുതുന്നത്. ഇവിടെ പാരമ്പര്യ എഴുത്താശാന്മാരാണ് ഇവിടെ ഈ ഒരു സരസ്വതി കൃഷ്ണശില മണ്ഡപത്തിൽ എഴുത്തിനിരുത്തുക. അതായത് എഴുത്തച്ഛന്റെ പിന്മുറക്കാരാണെന്ന് കരുതുന്നവരാണ്. അവർക്കാണ് ഇവിടെ 3 പേർക്കാണ് ഇവിടെ എഴുത്തിനിരുത്താനുള്ള അവകാശം. അപ്പോൾ അത് സരസ്വതി മണ്ഡപത്തിലെ മലയാളത്തിലെ വിഖ്യാതരായ സാഹിത്യകാരന്മാരാണെങ്കിൽ ഇവിടെ പാരമ്പര്യ എഴുത്താശന്മാരാണെങ്കിൽ ഇതാണ് ഹരിശ്രീ ഗണപതിയെ നമ എന്നെഴുതിയ ഒരു താളിയോലയുടെ മാതൃകയിലുള്ള ഒരു കടലാസാണ്. അതിലാണ് അക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ. ഓരോ കുട്ടികള് പല ഭാവങ്ങളാണ് ഓരോ മിടുക്കന്മാർക്കും മിടുക്കന്മാർക്കൊക്കെ ഉള്ളത്. ചിലര് സന്തോഷത്തോടെ, ചിലർ അത്ഭുതത്തോടെ, ചിലര് അത് കഴിഞ്ഞൊരു വാശി, ഒരു കരച്ചില്. നമുക്ക് പല തരത്തിലുള്ള എഴുത്തിനിരുത്തൽ ചടങ്ങിന്റെ ഭാവങ്ങള് ഇവിടെ കാണാൻ കഴിയുക. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ രാവിലെ അല്പം തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ 8 മണിക്ക് ശേഷം നല്ല പോലെ തന്നെ ആളുകളൊക്കെ കുട്ടികളൊക്കെ എത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ്